ഗായ്സ്, ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഗായ്സ്. നമ്മൾ കുറേ ദിവസമായില്ലേ കണ്ടിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ മിസ് ചെയ്യുന്നുണ്ടാവുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് രാവിലെ തന്നെ ഫിഷിങ്ങിന് പോകാമെന്ന് വിചാരിച്ചിട്ടോ. നമ്മൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ പുതിയ സ്പോട്ടൊക്കെ കണ്ടുപിടിക്കലായിരുന്നു. പക്ഷെ അതൊക്കെ പാളിപ്പോയെങ്കിലും നമ്മൾ ഇന്ന് ആമക്കുളത്താണ് കേട്ടോ ചൂണ്ടയിടാൻ വേണ്ടി പോകുന്നത്. അവിടെ എന്തായാലും മീൻ ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾക്ക് അവിടെ പോയി പിടിച്ച് നോക്കാം. പിന്നെ നമ്മൾ കാർപ്പൊക്കെ പിടിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് കിട്ടിയില്ല. അപ്പോൾ ഇന്നും നമ്മൾക്ക് കാർപ്പ് പിടിക്കാൻ വേണ്ടി നോക്കാം, പിന്നെ വരാല് പിടിക്കാൻ വേണ്ടി നോക്കാം ഗൈസ്. അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെന്താ നമുക്ക് പോവാം ഗൈസ്. ചൂണ്ടയൊക്കെ എടുത്ത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ആമക്കുളത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ മീൻ. ബാക്കി എവിടെയും മീനില്ല എന്നാണ് എൻ്റെ ഒരു ഊഹം. പിന്നെ ഇവിടെ പാടത്തൊക്കെ ഉണ്ട്, വെള്ളത്തിലൊക്കെ കുറച്ച് മീനൊക്കെ ഉണ്ട്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം കേട്ടോ ഗൈസ്. ഈ പാടത്ത് നിറയെ വെള്ളം ഉണ്ടായിരുന്നു, ഇതിലൊക്കെ മീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ ആരെങ്കിലും പിടിച്ചിട്ട് പോയി തോന്നുന്നുണ്ട്. ഇതേ കണ്ട, അവിടെ ഒരു കൊറ്റി നല്ലതുപോലെ മീൻ പിടിക്കാൻ നോക്കുന്നുണ്ട്. ഇതാ കണ്ട ഗൈസ്, വെള്ളമൊക്കെ നല്ലപോലെ കുറഞ്ഞു, പക്ഷെ മീനൊന്നും ഇല്ല കേട്ടോ. എല്ലാവരും പിടിച്ചിട്ട് പോയി തോന്നുന്നുണ്ട്. ഇതേ കണ്ട, ഇതേ ഇങ്ങനത്തെയൊക്കെ സംഭവമൊക്കെ വെച്ചിരിക്കുന്നുണ്ട്, വെള്ളം കോരി കളയാനൊക്കെ ഉള്ളത്. അപ്പോൾ ആരും പിടിച്ചിട്ട് പോയി എന്നാണ് ഞാൻ ഇതിന്ന് മനസ്സിലാക്കുന്നത്. പിന്നെ അവിടെ ഉണ്ട് കേട്ടോ, അതാ അവിടെയുണ്ട് അതുപോലത്തെ. അവിടെ കുറച്ചുകൂടി വെള്ളമുണ്ട്. അവിടെ ഇതുപോലെ ദേ കണ്ടോ കുറേ കൊച്ചുകൾ നിൽക്കുന്നുണ്ട്. അവിടെ നമുക്ക് പോയി നോക്കാം ഗൈസ്. ഇവിടെ നിന്നൊക്കെ കുറേ വരാല് ആൾക്കാർ പിടിച്ചിട്ട് പോയിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്നും കിട്ടിയിട്ടില്ല ഇവിടെ നിന്ന് ഗൈസ്. ഇവിടെ നല്ല വെള്ളമുണ്ട്, പക്ഷെ മീനുണ്ടോയെന്ന് അറിയില്ല. മീൻ അങ്ങനെ കാര്യമായിട്ട് പൊളയ്ക്കുന്നില്ല കേട്ടോ. ഇല്ലല്ലേ, മീനില്ല തോന്നുന്നുണ്ട്. ആ ഉണ്ട് ഉണ്ട് ഉണ്ട്, പക്ഷെ കരിപ്പിടിയാണ്. എന്ത് ചെയ്യും, ഇവിടെ അത്രയ്ക്ക് താഴൊന്നും ഇല്ല, കുറച്ചേ ഉള്ളൂ വെള്ളം. വെള്ളം ഇങ്ങനെ കാണുന്നുണ്ട്, പക്ഷെ അത്രയ്ക്ക് ഇതില്ലല്ലേ. മീനുണ്ടാവോ? താമരയുണ്ട്, ഇത് കണ്ടോ താമര. ഹായ്, അവിടെ സൂര്യൻ ഉദിച്ച് വരുന്നു ഗൈസ്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. കണ്ടോ, നല്ല ഭംഗിയില്ലേ ഗൈസ്. നമ്മുടെ കുതിരക്കുളത്ത് നല്ല പോലെ വെള്ളം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ കാറ്റ് നോക്ക് ഗൈസ്, നിങ്ങളുടെ അവിടെയൊക്കെ കാറ്റുണ്ട്. ഇവിടെ നല്ല കാറ്റാണ്. ഞാൻ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. അല്ല, ഇത് നോക്ക്, കുറേ മീനുള്ള പോലെയൊക്കെ തോന്നുന്നുണ്ട്. കണ്ടോ കുറച്ചൊക്കെ മീനുണ്ട് കേട്ടോ ഗൈസ്. ഒരു കാഴ്ച കാണിച്ചു തരട്ടെ. ഇത് അവിടെ കണ്ട, ഇങ്ങനെ മഴത്തുള്ളികൾ പോലെ, അത് മൊത്തം കുട്ടികളാ. ഇത് നോക്ക്, ഇത്രയധികം കുട്ടികളാ. ഓ കണ്ട ആ അറ്റത്തൊക്കെ. എൻ്റെ പടച്ചോനേ, കുറേ കുട്ടികളുണ്ട്. നല്ല ഭംഗിയുണ്ട് ഇവിടെ നിന്ന് കാണാൻ വേണ്ടിയിട്ട് ഗൈസ്. നമ്മൾ കാർപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് നോക്കണം. അതുകൊണ്ടില്ലേ ത്രിബിൾ ഹുക്കിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാ കണ്ട തെർമാക്കോള് അങ്ങനെയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം ഗൈസ്. എന്തായാലും കാർപ്പുണ്ട്, അവൻ ആരും പിടിച്ചിട്ട് പോകാൻ ചാൻസ് ഇല്ല. അവ അത്രയ്ക്കും വലുതാണ്. എന്നാലും ഇത്രയും അധികം കുട്ടികളല്ലേ. ആരിൻ്റെ കുട്ടികളാണ്? അതോ കണ്ടു അല്ല, അത് ആമ. മീനില്ല, ആമ. ഞാൻ വിചാരിച്ചു മീനാന്ന്. ഓ വലുതായിരുന്നു കേട്ടാ. ഇനിയിപ്പോൾ മീൻ തന്നെ ആയിരിക്കുമോ? ഏയ്, ആമനെ പോലെ തോന്നി. മീനുണ്ട്, വലിയ മീൻ കാണണം. എന്തായാലും നമ്മൾ തീറ്റ ഇട്ടിട്ടുണ്ട് ഗൈസ്, നമുക്ക് നോക്കാം ഗൈസ്. നമ്മൾക്ക് ഈ ചൂണ്ടില്ലേ ഇവിടെ വെച്ചിട്ട് നമ്മൾക്ക് മറ്റേ ചൂണ്ടിൽ കാസ്റ്റ് ചെയ്യാം കേട്ടോ. ഇതെന്തായാലും ഇവിടെ ഇങ്ങനെ ഇരുന്നോട്ടെ. ഓ നല്ല കാറ്റ് നോക്ക്, കണ്ടോ. നമ്മളിപ്പോൾ കാസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്, കാരണം അവിടെ കുറേ കുഞ്ഞു മീൻ കേട്ടോ. ആ മീനുള്ള അവിടെ തന്നെ പോയിട്ടുണ്ട്. അയ്യോ കൊടുക്കും. അയ്യോ, എല്ലാം കൂടി പോയി. എപ്പോഴാണാവോ ഈ ഒരു ഫ്രോഗിൽ നമുക്കൊരു മീൻ കിട്ടുന്നത് അല്ലേ? ആ നല്ലൊരു നമുക്ക് ആ മുളൻ്റെ അങ്ങോട്ട് കാസ്റ്റ് ചെയ്യാം. അത്രയ്ക്ക് എത്തുന്നില്ല.
പക്ഷെ എന്താ നോക്കണേ, ഒരു മീൻ കാണില്ല. നമ്മൾ കാർപ്പിനിട്ട് വെച്ച് തീച്ചില്ലേ അവിടെ കിടക്കുന്നുണ്ട്, അതിൽ കൊത്തുണ്ട് കേട്ടോ മീന്. കുറച്ച് നേരം കൊത്തി, വീട് എടുക്കുന്ന സമയത്ത് അവന്മാർ വന്ന് കൊത്തണില്ല. കൊത്തുന്നുണ്ടായിരുന്നു, ഞാൻ നല്ല വലിയ സൗണ്ട് കേട്ടു മീനിൻ്റെ. ഇപ്പം എവിടെ കാണാനില്ല. കാർപ്പ് പിടിക്കുന്നവരിനെയൊക്കെ സമ്മതിക്കണം കേട്ടോ, എന്നെ കൊണ്ടൊന്നും നടപടി ആവണില്ല. ഇത് എത്ര മണിക്കൂർ വെയിറ്റ് ചെയ്യണമല്ലേ ഈ കാർപ്പ് മീനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. ഗൈസ്, നമ്മൾ കുറച്ച് നേരമായില്ലേ ഈ ചൂണ്ടിട്ട് വെച്ചിട്ട്, നമുക്കൊന്ന് എടുത്ത് നോക്കാട്ടാ. കുറച്ച് നേരം കൊത്തുണ്ടായിരുന്നു, ഇപ്പം എന്താ അവസ്ഥ എന്നൊന്നും അറിയില്ല. നമുക്ക് നോക്കാം എന്തായാലും കേട്ടോ. ഗൈസ്, തീറ്റയൊക്കെ കണ്ടോ, തിന്നിട്ട് പോയിട്ടുണ്ട്, കിട്ടുന്നില്ല. വെള്ളം കുറവായത് കൊണ്ടാണ് തോന്നുന്നു. പിന്നെ ഇവന്മാർ തീറ്റ എടുക്കുന്നില്ല കേട്ടോ. അല്ലെങ്കിൽ നമ്മൾക്ക് എന്തായാലും ഒരു കരിപ്പിടിയെങ്കിലും കിട്ടേണ്ട സമയമായി. കണ്ടാ നോക്ക്, എപ്പോഴത്തെയും പോലെ ഇന്നും മീനൊന്നും കിട്ടിയില്ല ഗൈസ്. നമുക്ക് പോയാലോ ഗൈസ്? ഇനിയിപ്പോൾ വേനൽക്കാലമല്ലേ വരുന്നത്, അപ്പോൾ ഈ കുളം ഇല്ലേ നല്ലതുപോലെ വച്ചിട്ട് ഈ കുളം നല്ല വെള്ളമൊന്നും ഇല്ലാണ്ടാവും കേട്ടോ. ആ സമയത്ത് ഈ ചെറിയ പൊടിമീനുകളൊക്കെ ചാവുമല്ലേ, പാവങ്ങൾ. നമ്മൾക്ക് പിടിക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മൾക്ക് പിടിച്ചിട്ട് ടാങ്കിൽ കൊണ്ടിടായിരുന്നു. പക്ഷേ ഇവന്മാർ ഇത്രയും അധികം ഉണ്ട് കണ്ടോ, എത്ര എണ്ണമാണ്. ഓ, എനിക്ക് കൊതിയാവണ്. എന്തായാലും വെള്ളം വറ്റിയാൽ നമുക്ക് ഇതിലുള്ള മീനുകളിലൊക്കെ പിടിക്കാൻ വേണ്ടി നോക്കാം കേട്ടോ. ഇപ്പോഴെന്തായാലും കിട്ടണില്ല ഗൈസ്, നമുക്കിനി വീട്ടിൽ പോവാം, മടുത്ത്. ഗൈസ്, നല്ല വെയിലായപ്പോൾ നമ്മൾ ഇന്നത്തെ മീൻ പിടുത്തം നിർത്തിയിട്ടോ. എപ്പോഴത്തെയും പോലെ തന്നെ ഗൈസ്, നമ്മൾക്ക് മീനൊന്നും കിട്ടിയിട്ടില്ല. ഗൈസ്, ഇന്നും മീൻ കിട്ടിയിട്ടില്ല എന്ന് പറയല്ലേ, എനിക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട് കേട്ടോ. കാരണം ഞാൻ ശ്രമിച്ചിട്ടും കിട്ടാണ്ടാവുമ്പോൾ അത് ഭയങ്കര സങ്കടമുള്ള കാര്യമല്ലേ. അതുകൊണ്ടാണ്. പിന്നെ ഇപ്പോൾ മീനുകൾ തീറ്റൊന്നും എടുക്കുന്നില്ല. പിന്നെ നമ്മൾ ഏത് സ്പോട്ടിക്ക് പോവുക, അതാണ് അവസ്ഥ. എത്ര നേരം ഇന്ന് ഞാൻ നല്ല പോലെ ശ്രമിച്ചു, പക്ഷേ മീനൊന്നും കിട്ടുന്നില്ല. പ്രത്യേകിച്ച് ഈ വരാൽ, അവന്മാർ അതിലുണ്ടായിട്ട് പോലും നമ്മൾ ഈ ഫ്രോഗ് എറിഞ്ഞിട്ട് പോലും ഒരു തരത്തിലുള്ള മൈൻഡ്. എന്നെയൊക്കെ സമ്മതിക്കണ്ടേ ഗൈസ്, മീൻ കിട്ടില്ല എന്ന് അറിഞ്ഞിട്ട് പോലും ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ ചൂണ്ടാൻ വേണ്ടി കാസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾ കാണാതെ പോകരുത്. അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. ഇന്ന് മീൻ കിട്ടാത്തത് ഭയങ്കര സങ്കടകരമായ കാര്യമാണെങ്കിലും മീൻ കിട്ടിയില്ലേ എന്ന് തളർത്താൻ കുറച്ച് പേരുണ്ടെങ്കിലും ഞാൻ തളർന്ന് കൊടുക്കില്ല ഗൈസ്. ഞാൻ അതുപോലെ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എപ്പോഴാണോ നമ്മൾ ആ ഫ്രോഗിൽ വരാൽ കിട്ടുന്നത് അതുവരെ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും ഗൈസ്. അതെൻ്റെ ഇപ്പോൾ ഒരു ഡ്രീമാണ്. അയ്യോ, വരാൽ ഈ ഫ്രോഗിലൊക്കെ അടിച്ചിട്ടുള്ള ആ ഒരു മൊമെൻറ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പം അങ്ങനെയൊക്കെയാണ് ഗൈസ് കാര്യങ്ങൾ. എന്തായാലും കുഴപ്പമില്ല, ഇപ്പോൾ നല്ല വെയിലായി തുടങ്ങി, അതുകൊണ്ടാണ് നമ്മൾ മീൻ പിടുത്തം അവസാനിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഇത്രയുള്ള വീഡിയോസ് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ.